ഇല്ല. And we know that we don't put tomato in the fruit salad. എന്തുകൊണ്ട്? What is the reason? നമുക്കറിയാം ഈ തക്കാളി ഫ്രൂട്ട് സലാഡ് ഇടാൻ കൊള്ളാവുന്നതല്ല. And we know that it is not good to put tomato in the fruit ഈ salad. തിരിച്ചറിവാണ് പരിജ്ഞാനം. And that is the wisdom. ഇവിടെ പത്രോസ് പറയുന്നു, നിങ്ങൾ വളരണം. ഏതിൽ? പരിജ്ഞാനത്തിൽ, അതുപോലെ തന്നെ ദൈവകൃപയിലും വളരണം. And that's why Apostle Peter is saying two things there: grace and knowledge. That's what we need for growth. നമുക്കറിയാം പരിജ്ഞാനം എന്ന് പറയുന്ന കാര്യം ആത്മാവിന്റെ വരങ്ങളിൽ ഒന്നാണ്. And we know that this knowledge is one of the gifts of the Holy Spirit. എന്നാൽ കൃപ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നത്. And this grace, that's from God directly. എന്താണ് കൃപ? So what is grace? നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്ത തെറ്റുകൾക്ക് തക്കതായ ശിക്ഷ എന്തായിരുന്നു? പാപത്തിന്റെ ശമ്പളം നിത്യ മരണം. And we know that in our life, what is the penalty for sin? It is just eternal death. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അർഹതയില്ലാത്ത ഒന്നായത് നിത്യജീവൻ. And we know that what we don't deserve is an eternal life. അത് നമുക്ക് തരുവാൻ ദൈവം പ്ലാൻ ചെയ്തു. And he gave that to us. പാപിയായ മനുഷ്യനെ, person who was in sin, അവൻ തക്ക ശിക്ഷ കൊടുക്കാതിരുന്നത് ദൈവത്തിന്റെ കരുണ. And that sinful man, if God is not punishing, that is his grace. എന്നാൽ അവൻ അർഹതയില്ലാതെ നിത്യജീവൻ കൊടുത്തത് ദൈവത്തിന്റെ കൃപ. And what he is not deserving, that is the eternal life. അപ്പോൾ അർഹതയില്ലാത്തത് ലഭിക്കുന്നത് ദൈവകൃപയാണ്. And what we don't deserve, when we deserve that, that is the grace of God. ഇന്ന് പകൽക്കാലം നാം ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ലഭിച്ചത് നമ്മുടെ അർഹതയ്ക്ക് അനുസരണമാണോ എന്നൊന്ന് നാം ചിന്തിക്കണം. Now one thing that we all want to think and meditate is that what we all deserve today, the grace, are we deserving it truly? ദൈവകൃപ കൊണ്ടാണ് നമുക്ക് ഇതെല്ലാം പ്രാപ്യമായത്. And by God's grace we have received all this. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇന്ന് പകൽക്കാലം ലഭിച്ചതിലെല്ലാം സംതൃപ്തരാണോ? Are you happy what all you have received this morning? വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, നമ്മൾ സമൂഹമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ, ആത്മീക അനുഭവങ്ങളിൽ, ഭൗതിക ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് ലഭിച്ചതിൽ നാം സംതൃപ്തരാണോ? Are you happy in what all you have from your surrounding, in your community, in your family, in your friends? Are you happy with it? നാം ശരിക്കും വ്യക്തിപരമായ ഓരോരുത്തരോട് ബന്ധപ്പെടുമ്പോൾ, whenever we interact with other people personally, അവർ പറയും അവർ സംതൃപ്തരല്ല ഏതിൽ. and they always say that they are not happy in certain things. ഞങ്ങളുടെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ നിമിത്തം ഞങ്ങൾ എന്തല്ല, വേണ്ടുന്ന ബലമില്ല, അതുകൊണ്ട് ഞങ്ങൾ എന്തല്ല, സംതൃപ്തരല്ല. And we are not happy because we are not healthy, we are not fully rejoicing because we have troubles in our life.